ഇത് ബാംഗ്ലൂരിൽ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ കുഞ്ഞുമാൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇച്ചും അപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമാളിനെ അടുത്ത് കൊണ്ട് കിടത്തിയപ്പം കുഞ്ഞുമാൾ കൊണ്ട് എണീപ്പിക്കാൻ തോന്നുന്നു, എന്തൊക്കെയോ കലപില പറഞ്ഞിട്ടൊക്കെ എണീപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡേ 3 ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഇച്ചുമ്മ അത് ഞാൻ ഇച്ചുമ്മ മാച്ച്. ഓ നല്ല വീലല്ലേ, ഞാൻ ഇച്ചുമ്മ മാച്ച്, മാച്ച്. ഞങ്ങൾക്ക് ഇന്ന് 2-3 സ്ഥലത്ത് പോകണം. അപ്പൊ അത് പതുക്കെ ഞങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടാ. ഇവരൊക്കെ കാറിൽ നിന്ന് ഞാനും ഹസ്ബൻഡും 2 വീലറിൽ, ഞങ്ങൾ വണ്ടിമാരാട്ടാ. ഇതിപ്പോ മൊത്തത്തില് മാച്ചായി. നമ്മള് നോക്കിയേ വാ രണ്ടുപേരും മാച്ച്, ഞങ്ങളും മാച്ച്, എല്ലാരും മാച്ച്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോന്നിട്ട്. ശേഖര ഫോൺ എവിടെ റിങ് ചെയ്യാം. ഞാനും ഹസ്ബൻഡും 2 വീലറിൽ പോകാമെന്ന് വിചാരിച്ചു. ആരതിയുടെയും ചേട്ടൻ്റെ അവിടെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 വീലറിൽ പോയി, അവരെല്ലാവരും കാറിലായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് രാമേശ്വരം കഫേയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ശരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് ബ്രഞ്ച് എന്നൊക്കെ പറയാം. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞു, ലഞ്ചിൻ്റെ ടൈം ആയിട്ടില്ല. എണീക്കാനൊക്കെ ഞങ്ങൾ എന്നും ലേറ്റ് ആവും കേട്ടോ, കാരണം കിടക്കുമ്പോൾ അത്രയും ലേറ്റ് ആയിട്ടാണ് കിടക്കണേ. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാമേശ്വരം കഫേ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1/2 hour ഉള്ളതെന്ന് തോന്നുന്നുണ്ട് ട്രാവല്. ഈ ഒരു സമയമായതുകൊണ്ടാണോന്ന് അറിയില്ല, വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഇല്ലാണ്ട് പോകാൻ പറ്റി കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര ട്രാഫിക് കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ നിരങ്ങി വേണം പോകാനായിട്ട്. ഇവിടെ അതുകൊണ്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടാ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റോഡ് പിന്നെ കുറച്ച് ഷോക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ. അവിടെ ചെന്നപ്പോൾ അതിലും തിരക്കായിരുന്നു. അവിടെ എൻ്റെ പൊന്നോ നല്ല തിരക്കായിരുന്നു കഫേയിൽ. അത് അപ്പം മാത്രമല്ല, നമ്മളതിൻ്റെ മുന്നിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുക. അപ്പോൾ വരുമ്പോഴും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ സെയിം തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളവിടെ എത്തി. ഇനി ഫുഡ് ഓർഡർ ചെയ്യണം കണ്ടോ. ഇപ്പം തന്നെ തിരക്കുണ്ട്. ഈവനിങ് ടൈം ആണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു ഇവിടെ. അങ്ങനെ ചേട്ടനും ഹസ്ബൻഡും ആദ്യം കൂടിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്യുക. നമ്മൾ പേ ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വരാം. ടേബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇരിക്കാനായിട്ട്. അവിടെ സ്റ്റെപ്സൊക്കെ ഉണ്ട്. അവിടേക്ക് ഇരുന്നും ഓരോരോ മൂലക്കൊക്കെ പോയിരുന്നിട്ട് വേണം കഴിക്കാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമായിരുന്നു. ഇത് നമ്മുടെ തൃശ്ശൂരുണ്ട് നാണൂസ് കഫേ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഡ്ഡലിയും സംഭവങ്ങളൊക്കെ കിട്ടും, പൊടി ഇഡ്ഡലിയൊക്കെ കിട്ടും. നല്ലതാണ് കേട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിസ്റ്റം ഞാൻ ദുബായിൽ അവിടെ എക്സ്പോയിൽ പോയപ്പം ഇതുപോലെയാണ് കേട്ടോ. അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുക. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ടേബിളിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കുക. ആ ഒരു സിസ്റ്റം ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പം ഓർഡർ എടുക്കാൻ ആൾ വരണതൊന്നും നോക്കി നിൽക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ ഫോട്ടോസ് കണ്ടിട്ടൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ണിയപ്പം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു, പക്ഷേ ഇതിൽ ചേട്ടൻ പറയുന്നുണ്ട്. അത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീർദോശ നല്ല രസം ഉണ്ടായിരുന്നു. അതിൻ്റെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പൊടി ഇഡ്ഡലി ആകുമ്പം കുറച്ചധികം നെയ്യ് ഉണ്ടാവും. അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. അവരിങ്ങനെ ഇഡ്ഡലിപ്പൊടി ഇട്ടിട്ട് കുറേ നെയ്യ് ഒഴിക്കുന്നത് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇത് വേണ്ട, ഇതൊരു പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഫുഡ് കിട്ടും കേട്ടോ. അതിന് ഡിലേ ഒന്നുമില്ല. ഫുഡൊക്കെ നമുക്ക് വേഗം കിട്ടുന്നുണ്ടായിരുന്നു. പിള്ളേർക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഇഡ്ഡലി വാങ്ങിച്ചു, പ്ലെയിൻ ഇഡ്ഡലി. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇഡ്ഡലി മാത്രമേ വാങ്ങിയുള്ളൂ, കാരണം അവർക്ക് കറിയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ അവർക്ക് ഫ്രൂട്ട്സൊക്കെ കയ്യിൽ പിടിക്കും എപ്പോഴും. പിന്നെ നമ്മുടെ എന്താ പറയുക, മുട്ട പൊരിച്ചത് എടുക്കാറുണ്ട് അവർക്ക്. നമ്മളവർക്ക് ഇപ്പം ഷുഗറും സോൾട്ടും കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തേക്കാണ്. ഒരു തരത്തിൽ നമ്മളത് കൊടുക്കണില്ല. ബാക്കിയുള്ള സോളിഡ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. മീറ്റൊക്കെ കുറേശ്ശെ നമ്മൾ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യാണ് കണ്ടോ. ഒരു സൈഡിൽ ഒരു ഉണ്ണിയപ്പം പോലത്തെ സാധനം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ, അതിൻ്റെ എന്താ ഫഡ്ഡു അങ്ങനെ എന്തോ പറയുന്നത് ചേട്ടൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പൊടി ഇഡ്ഡലിയിൽ അവർ നെയ്യ് ഒഴിക്കുന്നത് കണ്ടാൽ നമുക്ക് ടെൻഷനാവും സത്യം പറഞ്ഞാൽ. തീമി ഇത്രയധികം നെയ്യുമെന്ന് കണ്ടോ. അവർ ഒരുപാട് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. രസമുണ്ട് കഴിക്കാനായിട്ട്. നല്ല തിരക്കുണ്ടല്ലേ. ഗംഭീര, പക്ഷെ വേഗം കിട്ടണില്ലേ ഫുഡ്? നല്ല സ്പീഡുണ്ട്. കുഞ്ഞിമാളിന് കൊടുക്കാൻ പറ്റില്ല. അവിടെ പ്ലെയിൻ ഇഡ്ഡലി, ക്യാരറ്റ് ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇങ്ങോട്ട് 2 ഇച്ചുമ്മ ദേ ഇവിടുന്ന് പടയണ്.
ഇത് നോക്ക്, നിങ്ങളെന്താ വെയിലത്ത് ഫുഡ് ചൂടാറണ്ടിരിക്കാന്? മാച്ച് ഇട്ട് ഇറങ്ങിയേക്കാരുണ്ടാളും. രസമുണ്ടോ ചേട്ടാ? ഇതിന്റെ പേരെന്നിട്ട് പറഞ്ഞേ? പഡ്ഡു. ഇതാണ് പഡ്ഡു. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് വിധാൻ സൗദിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ നമ്മൾ കബൻ പാർക്കിൽ പോകണ്ടായിരുന്നത്. നമുക്കവിടെ ഇസ്കോൺ ടെമ്പിളിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര ക്യൂ ആയിരുന്നു സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ പിള്ളേരെ പിടിച്ച് ക്യൂവിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല, നേരെ ഞങ്ങൾ പാർക്കിലാണ് പോയത് കേട്ടോ. അവരവിടെ എത്തി. അജി ഞങ്ങളിപ്പം എങ്ങടെ പോണേ? കബൻ പാർക്ക്. ആലോചിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു കേട്ടോ. അതില് കുഞ്ഞിമാളും ആരതിയും വിഷ്ണുവേട്ടനും കൊട കണ്ടപ്പോ കുഞ്ഞിമാളും അങ്ങനെ പോയി. ചൂടില്ല, പക്ഷെ വെയിലുണ്ട്. അപ്പൊ ഉണ്ണികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇച്ചപ്പ ഉറങ്ങിയതേ ഇച്ചുമ നല്ല ഉറക്കം. കാറിലിരുന്ന് ഇച്ചുമ തരുന്നില്ലേ കാച്ചി ഞങ്ങൾക്ക്. ഞങ്ങൾ പോയിട്ടില്ല പ്രൊഡക്ട്സ് എടുക്കാൻ, കാരണം സാറ്റർഡേ സൺഡേ മാത്രമേ ചേട്ടന് ആരതി ഉണ്ടാവുള്ളൂ. അതിന് നാളെ ഞങ്ങൾ ഇറങ്ങും. ആരതി നാളെയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെയാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്ന ദിവസം. അപ്പോൾ ഈ 2 ദിവസം ഞങ്ങൾ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പാർക്കിൽ പോട്ടെ. ധാരക്കോടി പിടിച്ചിക്കണ്. അതിന്റെ വിചാരം അതാണ് പിടിച്ചു നിൽക്കുന്ന കുഞ്ഞമ്മ മൂറക്കടി. ഞങ്ങളൊക്കെ അറിയോ? കുഞ്ഞിമാവള് നോക്ക്. പഴുത്ത ചെൻച്ച കടന്നു. ആ ഉഫ്, മൽഗോവ മമ്പഴാണ് എന്തോ ഞങ്ങളുടെ ബാക്ക് പാക്ക് കൊണ്ട് നടക്കാം. ചെരുപ്പ് ഞങ്ങൾ കബൻ പാർക്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. സ്പോൺസേഡ് പോയി നടക്ക്, വേറെ മേടിക്കാൻ ചെയ്യാം. പപ്പ പണ്ട് ബാംഗ്ലൂർ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കബൻ പാർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടറിയാം. അപ്പം നമുക്ക് പോവാം എന്നൊക്കെ പപ്പ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ പപ്പയില്ല. പക്ഷെ അമ്മേനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അമ്മേനെയും കൂട്ടിയിട്ട് പോയത്. അപ്പം അമ്മയ്ക്കും ഒരു സന്തോഷമായി. പിന്നെ ഞങ്ങളത് അവിടെ പോയി ഒരു മൂലയ്ക്കൊരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ ഇരുന്നു. പിള്ളേർക്ക് ഇഡ്ഡലിയും കൊടുത്തു. ഞങ്ങൾ മറ്റേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിള്ളേർക്ക് ഇഡ്ഡലി പൊട്ടൊക്കെ പോയി. അവിടെ അമ്മ കരച്ചില്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. കാരണം വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്തിട്ട് വേണം ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബേസ് ഇട്ടിട്ടാണ് പോയേ. ദൊണ്ണ ബിരിയാണി ആയിരുന്നു ഇത്. ചില്ലി ചിക്കനും പെപ്പർ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെപ്പർ ചിക്കൻ നല്ല രസമുണ്ടായിരുന്നു. ചില്ലി ചിക്കൻ അവർ നമ്മുടെ പച്ചമുളക് ഇട്ടിട്ട് എരിഞ്ഞിട്ട് തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ചില്ലി ചിക്കൻ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ ക്യാപ്സിക്കൊക്കെ ഇട്ട് നല്ല ചുമന്ന കളറുള്ള ചില്ലി ചിക്കനാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ വന്നപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചേട്ടനെ പറഞ്ഞില്ല ചില്ലി ചിക്കനാണെന്നുള്ളത്. ചില്ലി ചിക്കൻ്റെ ആ ഒരു പേരിനോട് അവർ നീതി പുലർത്തിയിട്ട് എരിഞ്ഞിട്ട് വായിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ പോയി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനിത് സഹായിക്കണത് ഉണ്ണികൾക്കൊന്ന് ചിക്കൻ ഇട്ടിട്ട് റൈസ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി, സോൾട്ട് ഇല്ല, വിത്തൗട്ട് സോൾട്ട്. അതെ, അവർക്ക് ചിക്കൻ ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ചിക്കൻ കറി ഇന്ന് ഫുള്ള് പുറത്തുനിന്നായിരുന്നല്ലേ നമ്മള്. യെസ്, ബിരിയാണിന്റെ പേര് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ആരതിനോട് തേച്ച് മിനിക്ക് വെച്ചേക്കാൻ ഞാൻ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചെയ്ത സ്മൂത്തനിങ്ങ. വേറെ ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ 2.5 കൊല്ലം ഉണ്ടാവും ഞാനും ചെയ്ത് കൊടുത്തിട്ട്. ഞാൻ പുറത്തേക്ക് സ്മൂത്തനിങ് ചെയ്യാറില്ല ഗൈസ്. ആരും ചോദിച്ചു വരും. നമ്മളെന്റെ കൈയും കാലും പിടിച്ചോണ്ട് മാത്രം ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലേ ചേട്ടാ? സ്പെഷ്യൽ. അതെ, അവൾക്ക് അവിടെ മുടി മാനേജ് ചെയ്യാൻ വയ്യ അത്ര. അപ്പൊ ഞാൻ അങ്ങനെ ഇതും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ പരിപാടി അല്ലേ. അങ്ങനെ അമ്മയുടെയും മോൻ്റെയും കുക്കിംഗ് കഴിഞ്ഞു. ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നീങ്ങുന്നു. നെക്സ്റ്റിന് നമ്മുടെ വിഷ്ണുവേട്ടൻ്റെ ഡ്യൂട്ടിയാണ്. വിഷ്ണുവേട്ടനാണ് നമുക്ക് ചപ്പാത്തി ചുട്ട് തരണേ. അപ്പോൾ ആൾ പറഞ്ഞു ഫുൾക്ക ചുട്ട് തരാമെന്ന്. ആൾ നല്ല പടപടയായിട്ട് ചുട്ടു, നല്ല അങ്ങനെ ഫുൾ അങ്ങനെ വീർത്തൊക്കെ
അങ്ങനെ ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളാണ് നമുക്ക് ഫുള്ള് ചപ്പാത്തിയുടെ ഡ്യൂട്ടി ആൾക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആർത്തിക്കിനെ സ്മൂത്തനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പുറത്തേക്കൊന്നും ചെയ്യണില്ല, കാരണം ഉണ്ണികളും ഒക്കെ ഉള്ള കാരണം ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കയ്യിൽ നിൽക്കും. അപ്പോൾ ഞാൻ 2-3 ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് അവൾക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ ഡെയിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പം ഞാനത് പുറത്തേക്ക് ചെയ്യണില്ല. അങ്ങനെ നമ്മുടെ കുക്കിങ് കാര്യങ്ങളും കംപ്ലീറ്റ് തീർന്നു. നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പിള്ളേരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ തന്നെ കഴിക്കുന്നു. ചപ്പാത്തി വിഷ്ണു ചപ്പാത്തി ഫുൾ ടൈം പുറത്തുനിന്ന് പോകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ ചോറും നമുക്ക് വീട്ടിൽ വെച്ച കറികളൊക്കെ പ്രത്യേകം ഇഷ്ടമാണല്ലോ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേരെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കൂട്ടെ പരമാവധി. നമുക്ക് 5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. എന്നാലും നമ്മളിതുപോലെ ഡിന്നർ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ പിള്ളേർ തന്നെ കഴിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം. അതെല്ലാവർക്കും ചാ.